അമ്പാലബേ ഗ്രാമം പ്രശ്നക്കാരുടെ ഒരു സ്ഥലമെന്ന നിലയിലാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെട്ടത്. ഈ പേരിന്റെ അർത്ഥം തന്നെ വലിയൊരു കാലിത്തൊഴുത്ത് എന്നാണ്. ഒരു വർഷത്തിലേറെയായി ആ ഗ്രാമത്തിൽ ഒരു പള്ളിയും പള്ളിക്കൂടവും ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിട്ട്. പള്ളിക്കൂടം കഴിഞ്ഞ വർഷം തുടങ്ങിയെങ്കിലും കൂദാശകളോ വിശുദ്ധ കുർബാനയോ തുടങ്ങുവാൻ അല്പം സമയമെടുത്തു. ജൂലൈ മാസം 6-ാം തീയതി വിജാതിയുടെ അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ്ലീഹയുടെ നാമത്തിൽ അവിടെ ഒരു പുതിയ സമൂഹം ഉയരെടുത്തു. പാടങ്ങളാൽ ചുറ്റപ്പെട്ട ചെറിയൊരു കുന്നിൻ മുകളിൽ വെച്ച് ആദ്യത്തെ തിരുബലി അർപ്പിക്കപ്പെട്ടു. അവിടെയാണ് ഗ്രാമവാസികൾ പള്ളിക്ക് വേണ്ടി ദാനം ചെയ്ത ഭൂമി. അമ്പാലബേയുടെ ചരിത്രത്തിൽ ആദ്യമായി അർപ്പിക്കപ്പെട്ട ബലിമധ്യേ 33 കുഞ്ഞുങ്ങളുടെ മാമോദീസ ഉണ്ടായിരുന്നു. അവരാണ് പുതിയ പള്ളിയുടെ അടിസ്ഥാന ശിലകൾ. ഈശോ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുവാൻ 33 കൊല്ലം കാത്തിരുന്നതിന്റെ പ്രതീകം പോലെ ഞങ്ങളുടെ പ്രതീക്ഷകളെ മറികടന്ന് 33 പേരുടെ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ ആദ്യ ബലി സമർപ്പണ വേളയിൽ മാമോദീസയ്ക്കായി ഒരുക്കിയത് ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തിയെന്ന് തന്നെ പറയാം. ഈ മാതാപിതാക്കളും ദൈവാനുഭവത്തിനായി വിശപ്പും ദാഹവും ഉള്ളവരാണെന്ന് സ്വയം വിളിച്ചു പറയുകയാണ്. ഒപ്പം തങ്ങളുടെ മക്കൾ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ ആശിക്കുകയും ചെയ്യുന്നു. ഇത് അമ്പാലബേ ഗ്രാമത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവപരിപാലന പോലെ ലഭിച്ച 6-ാം തീയതിയിലെ വിശുദ്ധ ഗ്രന്ഥ വായനകളിൽ കേട്ടതുപോലെ നാശകൂമ്പാരത്തിൽ നിന്നും ഉയർത്തപ്പെടുന്ന പുതിയ ജെറുസലേമിന്റെ പ്രതീക്ഷ ഈ ഗ്രാമത്തിനും നൽകപ്പെടട്ടെ. 72 പേരെ സമാധാന ആശംസകളോടെ സുവിശേഷ പ്രഘോഷണത്തിനായി അയക്കുന്ന ഈശോയുടെ സമാധാനം ഈ ഗ്രാമത്തിലെ ഓരോരുത്തരിലും നിറയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇവിടെ അയക്കപ്പെടുന്നവരുടെ പ്രതീകമായി ഒരു സ്ത്രീരത്നം അഭിനന്ദിക്കപ്പെടുന്നു. ഉപജീവനാർത്ഥം അകലെ ഒരു ഗ്രാമത്തിൽ നിന്നും വന്ന് പൗലോസ്ലീഹയുടെ ദൗത്യം ഏറ്റെടുത്ത വെറോനിക്ക ടീച്ചർ. വെറോനിക്കയായിരുന്നു പള്ളി സ്കൂളിലെ അധ്യാപിക. അവരെ ഞാൻ പരിചയപ്പെടുമ്പോൾ മക്കൾ പലതായെങ്കിലും വിവാഹം എന്ന കൂദാശ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കൽ ഭർത്താവിനെ കൂട്ടി എൻ്റെ അരികിൽ വന്ന് വിവാഹം പള്ളിയിൽ നടത്തപ്പെട്ടില്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞ തീഷ്ണമതിയാണവർ. അവരുടെ ആഗ്രഹത്തിനൊപ്പത്തിനൊപ്പം നിന്ന് അവരുടെ ഭർത്താവ് ഫ്രെഡറിക്ക്. അവരുടെ ത്യാഗഫലങ്ങളാണ് അമ്പാലബേ ഗ്രാമത്തിൽ വിരിഞ്ഞ 33 പുതുപുഷ്പങ്ങൾ. മിഷണറിമാർ എന്ന് വിളിക്കപ്പെടുന്ന ഞങ്ങൾക്ക് പോലും ഉത്തേജനം നൽകുന്നവരാണ് വെറോനിക്ക ടീച്ചറും ഭർത്താവ് ഫ്രെഡറിക്കും. സമാധാന പ്രഘോഷണത്തിനായി അയക്കപ്പെട്ട 72 ശിഷ്യരുടെ കൂട്ടത്തിൽ ഈ ദമ്പതികളും ചേർക്കപ്പെട്ടിട്ട് എന്ന് നമുക്ക് ആഗ്രഹിക്കാം. വെറോനിക്ക ടീച്ചറിലൂടെ തളിർത്തു വന്ന പുതിയ 33 കുരുന്നുകളും ഉണ്ണീശോയെ പോലെ വിജ്ഞാനത്തിലും വിവേകത്തിലും വിശ്വാസത്തിലും വെളിച്ചത്തിലും വളർന്ന് അമ്പാലബേ ഗ്രാമം മുഴുവനും സമാധാനം നിറയ്ക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാൻ പ്രാർത്ഥിക്കാം. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.